ഹായ് ഹലോ. നീല നിറത്തിലുള്ള ഒരു റോസ്, അത് കേൾക്കുമ്പോൾ തന്നെ ഒരു ഡ്രീം പോലെ തോന്നുന്നുണ്ടല്ലേ? പക്ഷേ അങ്ങനെ തോന്നണ്ട കേട്ടോ. ഇതൊരു ഇമാജിനറി ഫ്ലവർ അല്ല കേട്ടോ. ഇത് റിയൽ ആയിട്ടുള്ള ഒരു റോസാണ്. ഇതിൻ്റെ പേരാണ് റെയിനി ബ്ലൂ റോസ്. അതെ, പൊതുവേ നമ്മൾ എന്താ കാണുക? റെഡ്, പിങ്ക്, വൈറ്റ് റോസ് അതൊക്കെയല്ലേ കാണുക. പക്ഷേ ഇതൊരു റെയർ ഷെയ്ഡാണ് കേട്ടോ. ലാവൻഡർ ബ്ലൂ മിക്സ് ഉള്ള ഒരു റോസാണിത് ശരിക്കും. അതുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള റോസ് ലവേഴ്സ് ഇതിനെ തേടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേരാണ് റെയിനി ബ്ലൂ റോസ്. അപ്പോൾ ഈ റോസിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് ഈ സുന്ദരി ജനിച്ചതും വളർന്നതും എവിടെയാണെന്നൊന്ന് അറിഞ്ഞാലോ? അതുപോലെ ഇതിൻ്റെ അച്ഛനെയും അമ്മയൊക്കെ ഒന്ന് അറിയണ്ടേ? അതെ, അപ്പോൾ ശരിക്കും ഈ റെയിനി ബ്ലൂ റോസ് ജപ്പാനിൽ ആണ് ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. ജപ്പാനിൽ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു സ്പെഷ്യൽ റോസ് വെറൈറ്റിയാണിത്. അതെ, ശരിക്കും ഇത് ഡെവലപ്പ് ചെയ്തത് ആരാണെന്നറിയാമോ? ഇതിൻ്റെ അച്ഛൻ ആരാണെന്നറിയാമോ? പ്രശസ്തമായ ജാപ്പനീസ് റോസ് ബ്രീഡറായ ഹിറോഷി ഒഗാവ എന്ന മനുഷ്യനാണ്. അതെ, അപ്പോൾ ജപ്പാൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, റോസസ് ഡെവലപ്പ് ചെയ്യുന്നതിൽ വളരെ പാഷനുള്ള ആൾക്കാർ അവിടെയുണ്ട്, പാഷനുള്ള ബ്രീഡേഴ്സ് അവിടെയുണ്ട്. ജാപ്പനീസ് റോസുകളെല്ലാം പ്രശസ്തമാകുന്നത് അതുകൊണ്ടാണ് കേട്ടോ. ശരിക്കും നല്ല പെർഫെക്ഷനാണ് അവരുടെ റോസുകൾക്കെല്ലാം. അവർ ഡിസൈൻ ചെയ്തിരിക്കുന്ന റോസുകളുടെ ലീഫുകളായിരുന്നാലും അതിൻ്റെ പെറ്റൽസ് ആയിരുന്നാലും അതിൻ്റെ കളേഴ്സ് ആയിരുന്നാലും ഒക്കെ ഭയങ്കരമായിട്ട് നല്ല രസമുള്ളതാണ് കേട്ടോ. ഈ ഒരു റെയിനി ബ്ലൂ റോസ് എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണെന്ന് പറയാം. ഇതൊരു നാച്ചുറൽ റോസ് അല്ല, ഇത് ഹൈബ്രിഡ് ബ്രീഡിംഗ് വഴി ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു കിഡിലൻ റോസാണ്. അപ്പോൾ ശരിക്കും നിങ്ങൾക്കറിയോ, ബ്ലൂ ഷെയ്ഡ് റോസസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഹോർട്ടിക്കൾച്ചറിൽ ഒരു വലിയ ചാലഞ്ചസ് ആയിരുന്നു. അത് പണ്ടും അന്നും ഇന്നും ഒക്കെ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു റോസ് ഡെവലപ്പ് ചെയ്തെടുത്തപ്പോൾ ഇതൊരു ബ്ലൂ റോസിൻ്റെ കാറ്റഗറിയിലാണ് വരുന്നത്. ശരിക്കും ഇത് ഡെവലപ്പ് ചെയ്തെടുത്തൊരു അച്ചീവ്മെൻറ്റ് കാറ്റഗറിയിലാണ് വരുന്നത്. അത്രയും മനോഹരമായിട്ടാണ് ഈ ഒരു റോസ് അവർ ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് റെയിനി ബ്ലൂ റോസ് എന്ന പേര് കേട്ടാൽ തന്നെ ഒരു ഫീല് കിട്ടുന്നില്ലേ? അതെ, ഈ റോസിൻ്റെ നിറമെന്ന് വെച്ചാൽ പ്യുവർ ബ്ലൂ അല്ല കേട്ടോ. പക്ഷേ ഒരു ലാവൻഡർ പ്ലസ് ഒരു സ്മോക്കി പർപ്പിൾ പ്ലസ് ഒരു ലൈറ്റ് ബ്ലൂ ടോൺ മിക്സ് ആയിട്ടാണ് ഈ ഒരു കളർ വരുന്നത്. കാലാവസ്ഥ അനുസരിച്ച് ഇതിൻ്റെ കളറിലും ചെറിയ ചേഞ്ചസ് വരുന്നുണ്ട് കേട്ടോ. സൂര്യപ്രകാശം കൂടുതലായുള്ള സ്ഥലത്ത് വെച്ചാലുണ്ടല്ലോ ഇതൊരു ലൈറ്റ് ലാവൻഡറായിട്ട് വിരിയും. ഇനി നല്ല തണുത്ത കാലാവസ്ഥയിൽ വരുമ്പോൾ ഇതൊരു ഡീപ്പറായിട്ടുള്ള ഒരു പർപ്പിൾ ഷെയ്ഡിലായിരിക്കും വിരിയുക. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബ്യൂട്ടി എന്ന് വെച്ചാൽ. ശരിക്കും ഒരേ പ്ലാന്റിൽ തന്നെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഇത് ഫുൾ ബ്ലൂം ആകുമ്പോഴുണ്ടല്ലോ ഒരു ഡ്രീമി ലുക്ക് തന്നെയാണ് ഇതിനുള്ളത്. നോക്കി എന്താ രസം നോക്കി, നല്ല വലുപ്പത്തിനുള്ള പൂക്കളും കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടാൽ സാധാരണ റോസ് പോലെ നമുക്ക് ഫീൽ ചെയ്യേയില്ല. ഒരു പ്രീമിയം ഇമ്പോർട്ടഡ് ഫ്ലവർ വൈബാണ് ഇത് നൽകുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ ഈ ഒരു റോസിനെ? ശരിക്കും ഇതിൻ്റെ ഒരു നേച്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ക്ലൈംബിംഗ് റോസാണ്. ആ കാറ്റഗറിയിലാണ് ഇത് പെടുന്നത്. ഇതൊരു സപ്പോർട്ട് കൊടുത്താലുണ്ടല്ലോ ഒരു വെർട്ടിക്കലായി ക്ലൈംബ് ചെയ്ത് പോകുന്ന ഒരു റോസാണിത്. പർഗോളയ്ക്കും ആർച്ചിനും വാൾ ഡെക്കറേഷനും എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു റോസാണിതെന്ന് പറയാം. അതുമാത്രമല്ല കണ്ടിന്യൂസ് ഇത് പൂക്കുകയും ചെയ്യും. ഇപ്പോൾ ഇതിൻ്റെ ഫ്ലവേഴ്സ് ആണെങ്കിൽ ക്ലസ്റ്ററായിട്ട് ബ്ലൂം ചെയ്യും, ഇങ്ങനെ കൂട്ടായിട്ടാണ് ബ്ലൂം ചെയ്യുന്നത്. ഇതൊരു ഒരു ബഞ്ചായിട്ടാണ് പൂക്കുക. ശരിക്കും നല്ല രസമുള്ളൊരു റോസാണ് കേട്ടോ. എനിക്കാണെങ്കിൽ കണ്ടിരുന്ന് പോകാൻ തോന്നുന്നൊരു റോസാണ്. ഭയങ്കര ഇഷ്ടമുള്ളൊരു റോസാണ്. ഇതിന് മണമുണ്ടോ എന്ന് ഇനി ചോദിച്ചാലുണ്ടല്ലോ നല്ല മൈൽഡായിട്ടുള്ള സ്വീറ്റായിട്ടുള്ളൊരു മണമാണ് ഇതിനുള്ളത്. ഒരു ഭയങ്കര ഓവറായിട്ടുള്ളൊരു മണമൊന്നുമല്ല, ഒരു എന്താ പറയുക, ഒരു എലഗൻറ്റ് സ്മെല്ലാണെന്ന് വേണം നമുക്ക് പറയാം. പിന്നെ എന്താ പറയുക, ഇതിൻ്റെ പെറ്റൽസ് ഉണ്ടല്ലോ സോഫ്റ്റായിട്ടും ഒരു സ്ലൈറ്റ്ലി ഒരു റഫിൾഡ് സ്ട്രക്ചറുള്ളതായിട്ടുമൊക്കെ നമുക്ക് തോന്നും. ഇതൊരു ഡേവിഡ് ഓസ്റ്റിൻ സ്റ്റൈൽ റോസിനെ ഓർമ്മിപ്പിക്കും. അതെ, നമ്മുടെ ഇംഗ്ലീഷ് റോസുകളെ ഓർമ്മിപ്പിക്കുന്ന ടൈപ്പിലുള്ളൊരു റോസാണിത്. അപ്പോൾ ഇത് പലരും ഒരു ഡേവിഡ് ഓസ്റ്റിൻ റോസ് എന്നൊക്കെ തെറ്റിദ്ധരിക്കാറുണ്ട്. പക്ഷേ ഇത് ജാപ്പനീസ് റോസാണ്. അപ്പം ഇതിൻ്റെ അച്ഛനാരാണെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ കരുതുന്നുണ്ട്. അപ്പോൾ ഈ റോസ് വളർത്താൻ കുറച്ച് ശ്രദ്ധ കൂടി കൊടുക്കേണ്ടതുണ്ട്. എന്താണെന്നറിയാമോ? സാധാരണ റോസുകൾക്കൊക്കെ 8 മണിക്കൂർ സൺലൈറ്റ് വേണമെങ്കിൽ ഇതിന് കുറഞ്ഞത് 5 മുതൽ 6 മണിക്കൂർ സൺലൈറ്റ് മാത്രം മതിയാവും. പിന്നെ വെൽ ഡ്രെയിൻഡ് സോയിലായിരിക്കണം. വാട്ടർ എന്താ പറയുക, നമ്മുടെ വെള്ളം അധികമായിട്ട് കെട്ടി നിൽക്കാൻ പാടില്ല. ഓവർ വാട്ടറിങ് അവോയ്ഡ് ചെയ്യണം. ഈ നമ്മുടെ മണ്ണുണ്ടല്ലോ ഡ്രൈ ആകുമ്പോൾ മാത്രം വെള്ളം കൊടുക്കണം. ഇതിൻ്റെ പ്രൂണിങ് അത്യാവശ്യമാണ്. റെഗുലർ പ്രൂണിങ് ചെയ്താലുണ്ടല്ലോ
റെഗുലറായിട്ട് ബ്രാഞ്ച് കിട്ടുകയും ചെയ്യും, റെഗുലറായിട്ട് പൂക്കൾ കിട്ടുകയും ചെയ്യും. ഞാൻ ആദ്യമേ പറഞ്ഞു ഇത് റെഗുലറായിട്ട് പൂക്കുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്ത് റെഗുലറായിട്ട് പൂപ്പിക്കാൻ തന്നെ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ക്ലൈമറ്റിൽ നന്നായിട്ട് വിരിയുന്നതാണ്, നല്ല രസമായിട്ട് നിൽക്കുകയും ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, റെയിനി ബ്ലൂ റോസ് ഒരു സാധാരണ റോസ് അല്ലാന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. റെയർ കളറാണ്, ഇമ്പോർട്ടഡ് ഹൈബ്രിഡ് വെറൈറ്റിയാണ്, പ്രീമിയം ലുക്ക് നൽകുന്നുണ്ട്, ലാൻഡ്സ്കേപ്പിങ്ങിലൊക്കെ ഹൈ ഡിമാൻഡുള്ള ഒരു റോസാണ്. അപ്പോൾ ഇത് ഉണ്ടെങ്കിലുണ്ടല്ലോ വിസിറ്റേഴ്സിൻ്റെ അറ്റൻഷൻ മുഴുവൻ ഈ ഒരൊറ്റ റോസ് പിടിക്കും. ഇത് പൂത്ത് നിന്നാലുണ്ടല്ലോ അത്രയും രസമാണ്. അപ്പോൾ നമുക്ക് വെഡ്ഡിങ് ഡെക്കറേഷനൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഒരു പ്രീമിയം ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഈ റോസ് അടിപൊളിയാണ്. കണ്ടില്ലേ, ഇതിൻ്റെ ഡിമാൻഡ് ഭയങ്കരമാണെന്ന് പറയാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, നിങ്ങളൊരു വീട്ടിൽ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്താ രസമെന്നറിയാമോ, എന്ത് ഭംഗിയായിട്ട് ഇത് നിൽക്കുമെന്നറിയാമോ. ശരിക്കും ഒരു ഗാർഡനിൽ എല്ലാ പ്ലാന്റ്സും കോമൺ ആയാൽ അതൊരു നോർമൽ ഗാർഡൻ മാത്രമാവും അല്ലേ. അപ്പോൾ നിങ്ങളുടെ ഗാർഡൻ എങ്ങനെയാണ്, നോർമൽ ഗാർഡൻ ആവണോ ഒരു സ്പെഷ്യൽ ഗാർഡൻ ആവണോ? അപ്പോൾ സ്പെഷ്യൽ ഗാർഡൻ ആവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വേണ്ടേ ഇതുപോലുള്ള റെയർ പ്ലാന്റ് ആഡ് ചെയ്താൽ മതിയാവും. അതൊരു ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഗാർഡനായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ റെയിനി ബ്ലൂ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു വെറൈറ്റി പ്ലാന്റാണ്. അപ്പോൾ നിങ്ങളുടെ ഗാർഡനിലും ഈ ബ്യൂട്ടി വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ തൈകൾ വിൽപ്പനയ്ക്കുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള പൂക്കളൊക്കെ വന്നു തുടങ്ങിയ അടിപൊളി പ്ലാന്റുകളാണ് നമുക്കിപ്പോൾ വിൽപ്പനയ്ക്കായിട്ടുള്ളത്. അപ്പോൾ ആവശ്യക്കാർ ഡയറക്റ്റ് വന്നോ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ വാട്സപ്പ് വഴിയോ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഡയറക്റ്റ് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഔട്ട്ലെറ്റ് ഇവിടെ ട്രിവാൻഡ്രമാണ്. ട്രിവാൻഡ്രത്ത് കഴക്കൂട്ടത്തിനും കണിയാപുരത്തിനും ഇടയ്ക്ക് പുത്തൻതോപ്പ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്നൊരു ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിന് അടുത്തായിട്ടാണ് നമ്മുടെ ഔട്ട്ലെറ്റ് വരുന്നത്. അപ്പോൾ ഡയറക്റ്റ് വരുവാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വന്ന് തന്നെ കളക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഗാർഡനിലും ഈ ഒരു ബ്യൂട്ടി വിരിഞ്ഞിങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ എങ്ങനെയാണ് ഈ റോസ് പ്ലാന്റ്സ്, ഇങ്ങനെ വെറൈറ്റി റോസ് പ്ലാന്റ്സ്, അതിൻ്റെ കെയറിങ്, അതിൻ്റെ ഗ്രോവിങ് ടിപ്സ് ഇതൊക്കെ അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡ്രീംസ് ബാസ്ക്കറ്റിനെ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് കാണൂ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും. ആ ബെൽ ബട്ടൺ കൂടെ ഞെക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പോൾ ഉള്ള വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇത് മാത്രമല്ല കേട്ടോ, ഈ റെയിനി ബ്ലൂ റോസ് എന്ന് വെച്ചാൽ ഒരു റെയർ ബ്ലൂ റോസാണ്. ഉറപ്പായിട്ടും ഇത്തരത്തിലുള്ള കുറേയധികം റോസുകൾ നമ്മൾ ഇനി സ്റ്റോക്കിൽ എത്തിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള കുറേയധികം റോസുകളുടെ കുറേ ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട്. അപ്പോൾ അടിപൊളി കേരളത്തിൽ ഇതുവരെ ഇല്ലാത്ത കുറേ റോസുകളുടെ പിന്നാലെയുള്ള ഓട്ടത്തിലാണ് നമ്മളിപ്പോൾ. അതെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുകയും വിഷ്വലായിട്ട് എത്തിക്കുകയും അതുപോലെ തന്നെ വിൽപ്പനയ്ക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാർക്ക് വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ